ഹായ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ചെറിയ ചുമലുണ്ട്. ദൂരെ നിൽക്കുന്നു പാമ്പിനെ പേടിച്ചിട്ട്. ഇങ്ങോട്ട് വരാണ്ട് ദൂരെ നിൽക്കുന്നു ഒരാള്. ആദ്യമായിട്ടല്ലേ? നോക്കിട്ട് പറയാം. ഹലോ, ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോവുകയാണേ. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. ഏട്ടൻ്റെ ഓഫായിരുന്നു. അപ്പോൾ ഓഫായതുകൊണ്ട് വീട്ടിലിരിക്കാൻ ആദ്യം കരുതി. പിന്നെ വിചാരിച്ചു എപ്പോഴും എങ്ങും പോകുന്നില്ല ഞങ്ങൾ, എന്നാൽ നമുക്ക് ചെറിയൊരു യാത്രയാവാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിന്ന് പറശ്ശിനിക്കടവിലേക്ക് വന്നതാണ് കേട്ടോ. ഹായ്. ഞങ്ങൾ സ്നേക്ക് പാർക്കിൽ വന്നിട്ടാണല്ലോ കേട്ടോ. സ്നേക്ക് പാർക്കിൻ്റെ പറശ്ശിനിക്കടവ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ചെറിയ ചുമലുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഇതാ ഈ അക്വാ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിലും മീനുണ്ട്, ഇതാ പുറത്തൊരു പോണ്ടുണ്ട്, അവിടെയും മീനുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നമ്മളെ തിരുവനന്തപുരം മൃഗശാലയിൽ ഉള്ള പോലത്തെ ഒരു ഡിസൈൻ അല്ലേ, അവിടുത്തെ ഡിസൈൻ അത് തന്നെ. അങ്ങനെ ഞങ്ങൾ അക്വാ വേൾഡിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ മീനൊക്കെ അവർ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മീനൊക്കെ ഉണ്ട്. പക്ഷെ പണ്ടാണെങ്കിൽ ഇതിനകത്ത് നിറച്ച് മീൻ, ഓരോ ടൈപ്പ് നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ ആപ്പൂപ്പ മീനെയൊക്കെ പിടിച്ച് കൊണ്ടുവച്ചേക്കാണ് അവർ. ഈ സ്നേക്ക് പാർക്ക് ഉണ്ടല്ലോ, പണ്ട് മുതലേ ഞങ്ങളിൽ എവിടെ പോകണമെന്ന് വിചാരിച്ചാലും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഈ സ്നേക്ക് പാർക്കിൽ വന്നിരിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പോൾ 50 രൂപയാക്കിയിട്ടുണ്ട് ടിക്കറ്റ് ചാർജ്. ഈ 50 രൂപ കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മുടെ വരാലില്ലേ, ഈ ബ്രാലെന്നൊക്കെ പറയുന്ന സാധനം, ഞങ്ങൾ വരാലെന്നാണ് പറയുന്നത്, അതിനെയൊക്കെ പിടിച്ച് ഇതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മ വരായിരുന്നു, പണ്ട് വരാലും വാർപ്പോ കുഞ്ഞുങ്ങളൊക്കെ വന്നാൽ അപ്പാട് ചൂണ്ടയിട്ട് പിടിക്കുമായിരുന്നു. മറ്റേ താവളേനെയും മാക്രീനെയൊക്കെ ചൂണ്ടയിൽ കൊരുത്തിട്ടിട്ട്. എനിക്കതാണ് ഓർമ്മ വന്നത്. ആ വരാലിനെ കാണാൻ വേണ്ടി ഞാൻ 50 രൂപ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇല്ലേ, ശരിക്കും എനിക്ക് ഇവിടെ മൊത്തത്തിൽ കണ്ടതിന്ന് എനിക്ക് തോന്നിയത് ഇവർ കുറച്ചും കൂടി അടിപൊളിയാക്കി ഇത് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാകുമായിരുന്നു. കാരണം ഈ പറശ്ശിനിക്കൊക്കെ വരുന്നവർ എന്തായാലും ഇവിടെ വരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാനാണെങ്കിൽ ഒരു കാട്ടുപൂച്ചേനെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതിനെ ഞങ്ങൾ പോയി കുറച്ച് നേരം ഹലോ ഒക്കെ പറഞ്ഞ് വിളിച്ചു നോക്കി. അത് മൈൻഡ് പോലും ചെയ്തില്ല നമ്മളെ. പിന്നെ ഇവിടെ ഇനി മരപ്പട്ടിയുണ്ട്, കുറേ കുരങ്ങന്മാരുണ്ട്, അങ്ങനെ കുറച്ച് മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഇവരിപ്പോൾ ഇവിടെ കുറേ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഭാവിയിൽ ചിലപ്പോൾ ഇത് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കും. ഇപ്പോൾ അവർ ദാണ്ട് ഈ ചെടിയൊക്കെ ഇപ്പോൾ അവരവിടെ വെക്കുന്നതേ ഉള്ളൂ. അവരവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഈ കിടക്കുന്നത് ഒരു ആമയാണ് കേട്ടോ. ഈ ആമയുടെ പേര് ഞാൻ മറന്നുപോയി. കുറേ ആമയുണ്ട്, കാരാമ, പിന്നെ നമ്മളെ എന്താണ് നക്ഷത്ര ആമ, അങ്ങനത്തെ ആമേൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആമേനെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നേരെ കുരങ്ങന്മാരുടെ അടുത്തേക്കാണ്. പണ്ട് ഇവിടെ നിറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുരങ്ങന്മാർ കുറഞ്ഞോ എന്നൊരു സംശയം. ഈ കുരങ്ങനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഗ്രില്ല് നക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് മഹാനോട്ടും ചോദിക്കുക. അതിൻ്റെ കൂട്ടത്തിലൊരു ക്യൂട്ട് കുഞ്ഞി കുരങ്ങനെ കണ്ടു. നിങ്ങൾ കണ്ടോ? അതിനെ കാണാൻ, നേരിട്ട് കാണാൻ എന്തൊരു രസമാണെന്ന് അറിയാമോ. അതിനെയും എടുത്തോണ്ടിങ്ങ് പോരാൻ തോന്നി സത്യത്തിൽ. മൃഗങ്ങളൊക്കെ കുറവാണെങ്കിലും ഇല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു പ്രത്യേക ഫീലുണ്ട്. കാരണം ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, തണലുണ്ട്, തണുപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് അവർ നമ്മുടെ ഓല മേഞ്ഞിങ്ങനെ മുകളിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ആയപ്പോൾ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫീല്. പക്ഷേങ്കിൽ കാണാൻ കാഴ്ചകൾ കുറവാണ് എന്ന് എനിക്ക് തോന്നിയതാണ്. ഇനി ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും, അവരെന്നെ ചീത്ത പറയണ്ട. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ കുരങ്ങൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ മരങ്ങളുണ്ടല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാള് മൂലമാണ് കേട്ടോ. മൂലത്തിന് എന്താണ്, വെള്ളപ്പൈനാണ് എൻ്റെ നക്ഷത്രക്കാർക്ക് വേണ്ട മരം. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് എമുവിനെ കണ്ടു. ഇവിടെ കാണാൻ കാഴ്ചക്കുള്ള ഒരു സാധനമാണിത് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ 3 എമു ആണുള്ളത് കേട്ടോ. അതുകൊണ്ട് അപ്പുറത്തുള്ളത് ആണാണേ, അത് ഇച്ചിരി ശരിയില്ല ആൾ, അതുകൊണ്ട് അവനെ അപ്പുറത്താക്കിയിട്ടാണ് ഉള്ളത്. അങ്ങനെ എമുവിൻ്റെ മുട്ടയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചത്. അത് ഇത്തിരി നേരെ എടുത്തുള്ളൂ. പിന്നെ ഞങ്ങളൊരു മൂങ്ങേനെ കണ്ടു. മൂങ്ങയാണെങ്കിൽ 360 ഡിഗ്രിയിൽ തലതിരിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
ഇന്നാണത് കാണുന്നത്. പിന്നെ ഇനി അങ്ങോട്ട് പാമ്പുകളുടെ ഏരിയ ആണ്. ഇവിടെ ഇഷ്ടംപോലെ പാമ്പുണ്ട്. പക്ഷേങ്കിൽ എനിക്കെന്തോ പാമ്പിനെ കാണുന്നത് ഇഷ്ടമല്ല. കാരണം കണ്ടു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ എനിക്ക് ഉറക്കത്തിൽ പാമ്പിനെ സ്വപ്നം കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാമ്പിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ പോയില്ല. ഇതൊക്കെ ഷൂട്ട് ചെയ്തത് ഏട്ടനാണെങ്കിലും ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇത് കാണേണ്ടി വന്നല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. എനിക്കെന്തോ ഇതൊന്നും കാണാനുള്ള ത്രാണിയില്ല ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനും തന്നെ കാശ് മുടക്കി ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്ന്. വെറും സന്തോഷം, എൻ്റെ സന്തോഷമല്ല, മാനൂട്ടൻ്റെ സന്തോഷം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിനകത്ത് വന്നപ്പോൾ അതാ കുറച്ച് മുതലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ കണ്ടത് ഇഗ്വാനയാണ് കേട്ടോ, അതിനെയും കണ്ടായിരുന്നു. അങ്ങനെ മുതലേനെയൊക്കെ കണ്ട് അവരവിടെ നിന്ന സമയത്ത് ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുത്തു. പോയി തളർന്നു പോയാ? എന്താ കുടിക്കണ? എനിക്ക് ഈ പാമ്പിനെ ഒന്നും കാണാനുള്ള ധാണിയില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പാമ്പിന്റെ ഭാഗത്തേക്ക് വരില്ല. ഇവിടെ പാമ്പല്ലേ ഉള്ളൂ. ആ പൂട്ടിയിട്ടില്ലേ? കൂട്ടിലിട്ടിട്ടില്ലേ? കണ്ടോ? എന്തെല്ലാം കണ്ടേ? പിന്നെ കണ്ടു. പിന്നെ മുതലേനെ കണ്ടു. രാജവെമ്പാരിയുണ്ട്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അച്ഛനും മോനും കൂടി അതിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നാലും നടക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ എവിടെ ഇരിക്കാനുള്ള സൗകര്യം കണ്ട അപ്പാട് അവിടെ ഇരിക്കും. അപ്പോൾ ഇത് അണലിയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അണലിയുണ്ട്, പിന്നെ മൂർഖനുണ്ട്, പിന്നെ ചുരുട്ടയുണ്ട്. അങ്ങനെ എന്താ ബിഗ് 4 വരുന്ന 4 പാമ്പുകളെയും കൂടി അവിടെ ഇട്ടേക്കാണ് കേട്ടോ. എനിക്കിതിനെ ഒന്നും കാണാനും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല ഈ പാമ്പ് എന്ന് പറയുന്ന സാധനത്തിനെ എനിക്കിഷ്ടമല്ല. ഞങ്ങൾ പൊതുവെ ഈ ഹരിപ്പാടുകാരുണ്ടല്ലോ, ഈ മണ്ണാർശാല ക്ഷേത്രം അടുത്തായതുകൊണ്ട് പാമ്പിനെ ഒരല്പം ഭയഭക്തി ബഹുമാനത്തോടെ നോക്കി കാണുന്നവരാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കേസിൽ പാമ്പിനോട് ഭയവും ഇല്ല, ഭക്തിയും ഇല്ല, സ്നേഹവും ഇല്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ഏട്ടന് പക്ഷേ അങ്ങനെയല്ല. ഏട്ടൻ പാമ്പിൻ്റെ ഈ TV-യിലൊക്കെ കാണുകയൊക്കെ ചെയ്താൽ മാനൂടിനും അങ്ങനെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റോടെ കണ്ടിരിക്കും. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോകാറില്ല. ദൂരെ നിൽക്കുന്നു, പാമ്പിനെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാണ്ട് ദൂരെ നിൽക്കുന്നു ഒരാള്. എൻ്റെ മക്കളെ, ഈ കിടക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മൂർഖൻ പാമ്പാണ് കേട്ടോ. മൂർഖൻ തന്നെയല്ലേ? അതെ, മൂർഖൻ തന്നെയാണ്. പിന്നെ ദാണ്ട് ഇത് രാജവെമ്പാലിയാണ്. അമ്മേ, അതിൻ്റെയൊക്കെ കിടത്തം കണ്ട ആ ഗ്ലാസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും സ്നേക്ക് പാർക്കിലെ പാമ്പിനെയൊക്കെ കണ്ട് തീർത്തു. അപ്പോൾ നമ്മൾ ഒരു തവളക്കുട്ടനെ ആടിയുണ്ട് കേട്ടോ. എന്നാൽ കാണാൻ നല്ല രസമില്ലേ? പണ്ടേ ഈ തവളക്കുട്ടനെ ഞാനിവിടെ വന്നാൽ കുറേ നേരം ഇതിൻ്റെ അടുത്ത് നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. അങ്ങനെ മാനൂട്ടിനെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല 12 മണി ആയതുകൊണ്ട് ചുട്ടുപൊള്ളി പഴുത്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് അധികം നേരം അവിടെ നിന്ന് കളിക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട ഒരു പൈനാപ്പിളും മാനൂട്ടനും ഒരു കോൺ ഐസ്ക്രീമിൻ്റെ ടീച്ചർ, ആ കോൺ ഐസ്ക്രീമിന് 60 രൂപ അതും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷെ കുറേ സാധനങ്ങൾ കുറവാണ് അല്ലേ? മുമ്പ് വന്ന കുറേ സാധനങ്ങളില്ല. എന്തെല്ലാം പണികളൊക്കെ ഉണ്ട് ഇവിടെ. ഈ പെയിൻ്റ് ഉണ്ട് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ, അത് മറ്റേ അല്ലേ കുഞ്ചാക്കോവിൻ്റെ ഒരു സിനിമയില്ലേ, ഗർന്ന് സിനിമ ഇറങ്ങിയില്ല, സിംഹത്തിൻ്റെ. അത് മറ്റേ തിരുവനന്തപുരം സൂന്നാണ് പകുതി ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി പെയിൻ്റ് അടിച്ചാന്ന് തോന്നുന്നു. രണ്ടുപേരെ സ്ഥലം തിരിയാൻ വേണ്ടി പെയിൻ്റ് അടിച്ചാന്ന് തോന്നുന്നു. ഞങ്ങൾ ഇനി കണ്ണൂരേക്ക് പോട്ടെ അല്ലേ? സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് ഏട്ടനൊരു ഐഡിയ വന്നത്. നമുക്കിന്ന് എമ്പുരാൻ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എമ്പുരാൻ കാണാൻ പോകുന്നതിനിടയ്ക്ക് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങളിവിടെ ഇലാന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. അപ്പോൾ ഊണാന്നേ കഴിച്ചത്. ഇവിടെയാണെങ്കിൽ ചട്ടിച്ചോറുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചട്ടിച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്ക് ചട്ടിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് വില ചോദിച്ചപ്പം ഒരു ചട്ടിച്ചോറിന് 200 രൂപ. ഒരു മന്തിയുടെ വില, ഒരു ക്വാർട്ടർ മന്തീൻ്റെ വിലയായില്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചോറ് കഴിച്ചോളാം. അങ്ങനെ ഞങ്ങൾ ഊണാണ് വാങ്ങിയത് കേട്ടോ. തള്ളവൈബും തന്തവൈബും ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ബിരിയാണിയൊന്നും കഴിക്കാൻ മനസ്സനുവദിക്കാറില്ല. കാരണം ബിരിയാണിയും കൂടി കഴിച്ച് യാത്രയും കൂടി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. ഇതാവുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ചോറാവുമ്പോൾ അങ്ങ് കഴിക്കാൻ പറ്റും.
പിന്നെ നല്ല നാടൻ കറികളൊക്കെ അല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യലും ഞങ്ങൾ വാങ്ങും. അങ്ങനെയാണ് ഞങ്ങളുടെ പതിവ്. അയില, ബാറ്റ്, ചെമ്മീൻ റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, ബീഫ് ഫ്രൈ. കുന്തൽ വാങ്ങിയല്ലോ, ഒരു കുന്തലോ കഴിക്കാൻ പോവാം കേട്ടോ. സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, എന്തെല്ലോ കറികളുണ്ട്. ഇത് ചക്കയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൂന്തൽ പറഞ്ഞിട്ടുണ്ട്. കൂന്തൽ നമ്മളെ ഇതാണല്ലേ, വീക്ക്നെസ് ആണ് കൂന്തൽ. എന്നാ മോനെ, നമ്മളിന്റെ വീട്ടിലുള്ള കൂന്തലല്ല, അത് കിട്ടുന്നില്ല. അങ്ങനെ കൂന്തൽ കൊണ്ടുവന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേങ്കിൽ എനിക്ക് കൂന്തൽ, ഞങ്ങൾ കണ്ണൂരൊക്കെ പോകുമ്പോൾ, കണ്ണൂർ ആനന്ദഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടുത്തെ കൂന്തൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുക. അവരൊരു പ്രത്യേക മസാലയാണ്, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ അതുപോലെയൊന്നും ആയില്ല. ഇതിപ്പോൾ ഞാൻ വെച്ചതിനെക്കാട്ടി കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമെന്ന് പറയാമെന്നേ ഉള്ളൂ. ഇവിടുത്തെ ഓരോ കറിക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഓരോ കറി എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എങ്കിലും മൊത്തത്തിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടാത്ത പോലെ. എന്തായാലും കുഴപ്പമില്ല, നല്ല ഊണായിരുന്നു. ഊണൊക്കെ അടിപൊളിയാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ ആനന്ദഭവനിൽ ഊണ് പ്രതീക്ഷിച്ച് ഇവിടെ കയറിയതുകൊണ്ടായിരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് ഇല എന്ന് പറഞ്ഞ ഹോട്ടൽ കേട്ടോ. നമ്മുടെ സ്നേക്ക് പാർക്കിനടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കണ്ണൂരേക്ക് വന്നു. ഇനിയിപ്പോൾ എമ്പുരാൻ കാണാൻ വേണ്ടി പോവാണ്. ഇത് നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇന്നത്തെ സിനിമ കാണലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? മാനൂട്ടൻ ജനിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാന്താരയാണ് തിയേറ്ററിൽ കണ്ട അവസാനത്തെ പടം. അതിനുശേഷം ഞാൻ തിയേറ്ററും കണ്ടിട്ടില്ല, തിയേറ്ററിൽ വന്ന സിനിമയും കണ്ടിട്ടില്ല. ഏട്ടൻ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് KGF-ഉം പുഷ്പയും കണ്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പക്ഷേ എന്തായാലും കുറേ നാളിന് ശേഷമാണ് വരുന്നത്. എനിക്ക് സത്യത്തിൽ സിനിമ കാണാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് അച്ഛനും മോനും കൂടി പോയി പോപ്കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സിനിമ തുടങ്ങുന്നതിന് മുന്നേ കഴിക്കൽ തുടങ്ങി. ഞാനിതിനകത്ത് നിന്ന് ഒരു പോപ്കോൺ എടുത്തതല്ലാതെ എനിക്ക് ഒരെണ്ണം പോലും തന്നില്ല. എനിക്ക് വേണ്ടായിരുന്നു, കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേങ്കിൽ അവരച്ഛനും മോനും കൂടി അതങ്ങ് ജോളിയായിട്ടിരുന്നങ്ങ് കഴിച്ചു. അത് തന്നെയാണല്ലോ നമ്മുടെ സന്തോഷം. ഉണ്ടോ? അവർ നല്ല ഇരിക്കാൻ എവിടെ ഇരിക്കുക? സീറ്റുണ്ടോ? നോക്കിട്ട് പറയാം. അങ്ങനെ ലൂസിഫർ കാണാൻ കയറി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ആദ്യം തീരെ താല്പര്യമില്ലാഞ്ഞുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സിനിമ തുടങ്ങി ഞങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്കറിയില്ല, ഞാനേതോ വേൾഡ് ടൂറൊക്കെ പോയ പോലെ ഒരു ഫീല്. എന്താ പറയുക, മൊത്തത്തിലൊരിത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു സിനിമ കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ഈ നെഗറ്റീവൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അന്യായമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് കേട്ടോ. ലൂസിഫറും ഇഷ്ടപ്പെട്ടു, എമ്പുരാനും ഇഷ്ടപ്പെട്ടു. വെറുതെ അല്ലല്ലേ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് പറയുന്നത്. എന്താ മനസ്സൊന്നേ അത് പോകുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ മാനോടനെ വിഷു ആയിക്കൊണ്ട് ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചേ. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ സെഞ്ചുറി സിൽക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് മാനോട്ടന് വേണ്ടി ഈ കോളറുള്ള, എനിക്ക് ഇങ്ങനത്തെ കോളർ വരുന്ന ഷർട്ടും മാനോട്ടിന് വാങ്ങാൻ ഭയങ്കര ഇഷ്ടം. മാനോട്ടിന് മാത്രമല്ല, ഞാൻ ഏട്ടനും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനത്തെയാണ് സെലക്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്ലാസി ലുക്കല്ലേ അതിട്ടാൽ. അപ്പോൾ മാനോട്ടന് വാങ്ങിച്ച് മാനോട്ടനെ ഇട്ട് നോക്കി ഞങ്ങൾ അവിടെ വെച്ച്. കറക്റ്റാണ്, ലൂസൊന്നും ഇല്ല. രസമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വിഷു പർച്ചേസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. മാനൂട്ടന് മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. 940 രൂപയായി ആ ഷർട്ടും ജീൻസും കൂടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. കാരണം ഇപ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട് പിടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 മസാല ദോശയും മാനൂട്ടന് നെയ്റോസ്റ്റും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ, എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം തീരാനായിട്ടുണ്ട്, 5% മറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യാത്രയും ട്രിപ്പും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണം.
ഇതൊക്കെ ഞങ്ങൾക്ക് വല്ലപ്പോഴും മാത്രമുള്ള സന്തോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ 3 ആളും തിരിച്ചു വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം. ഇനിയിപ്പം ഞങ്ങളെ ബസ്സിൽ നാട്ടിലേക്ക് പോവും. ഓക്കെ.